ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്യാൻ അറിയാത്തവർക്ക് പോലും വളരെ ഈസി ആയിട്ട് അതെങ്ങനെ ചെയ്യാമെന്നാണ് നമ്മുടെ ഈ ക്ലാസ്സിൽ നമ്മൾ കാണിക്കുന്നത്. അപ്പം ഹാൻഡ് എംബ്രോയ്ഡറിക്ക് വേണ്ടിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് സ്റ്റിച്ചസ് ആണ് നമ്മളിവിടെ കാണിക്കുന്നത് കേട്ടോ. അപ്പം എംബ്രോയ്ഡറിക്ക് വേണ്ടിയിട്ട് ഞാനൊരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്. പ്യോർ വൈറ്റ് ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. കോട്ടൺ ആണ്. കോട്ടണിലായിരിക്കും നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്ത് പഠിക്കുന്നത് കുറച്ചുകൂടി നല്ലത്. അതാകുമ്പോൾ നമുക്ക് സ്റ്റിച്ച് തുന്നാനൊക്കെ കുറച്ചുകൂടി എളുപ്പം ഈ കോട്ടൺ മെറ്റീരിയലാണ്. എൻ്റെ കയ്യിലുള്ളൊരു കോട്ടൺ വൈറ്റ് ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. പ്യോർ വൈറ്റ് ആണ്. നിങ്ങളുടെ കയ്യിൽ ഇതുപോലെയുള്ള ക്ലോത്തോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എടുക്കാം. പിന്നെ ആവശ്യമുള്ളത് ഫ്രെയിമാണ്. ഒരു ഫ്രെയിം എടുത്തിട്ടുണ്ട്. ബേസിക് സ്റ്റിച്ചസ് പഠിക്കാൻ വേണ്ടിയിട്ട് ഫ്രെയിം ഇല്ലെങ്കിൽ നമുക്ക് ചെയ്ത് നോക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ഫ്രെയിമിൽ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു നീറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഫ്രെയിം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫ്രെയിം എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടിയിട്ടുള്ളത് സൂചിയും നൂലുമാണ്. ത്രെഡ് ഇവിടെ ഞാനിവിടെ എംബ്രോയ്ഡറി ത്രെഡാണ് എടുത്തിട്ടുള്ളത്. ഇത് ആങ്കറിൻ്റെ ത്രെഡാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് സ്റ്റാർട്ടിങ്ങിൽ പഠിക്കുന്നവർക്ക് ആങ്കറിൻ്റെ ത്രെഡ് യൂസ് ചെയ്തിട്ട് പഠിക്കണമെന്നൊന്നുമില്ല. ആങ്കറിൻ്റെ ത്രെഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു ഗ്ലേസിങ് ഉണ്ടാവുന്നില്ലേ, നല്ലൊരു തിളക്കമുള്ളൊരു ഗ്ലോസി ടൈപ്പാണ് ഇതിൻ്റെ ഒരു ത്രെഡിൻ്റെ ഫിനിഷിങ് വരുന്നത്. പിന്നെ നമുക്ക് ഡ്രസ്സിലൊക്കെ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ത്രെഡ് വർക്കൊക്കെ ചെയ്യുന്ന ഡ്രസ്സാണെങ്കിൽ വാഷ് ചെയ്യുമ്പോൾ നമുക്ക് കളറൊന്നും പോകില്ല. അതാണ് ഈ ആങ്കർ ത്രെഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പക്ഷേ സ്റ്റാർട്ടിങ്ങിൽ നമുക്കിപ്പോൾ ഹാൻഡ് എംബ്രോയ്ഡറി പഠിക്കുന്നവർ ഈ നൂല് വെച്ചിട്ട് ചെയ്ത് പഠിക്കണമെന്നില്ല. കാരണം ഇത് കുറച്ച് എനിക്ക് തോന്നുന്നത് ഒരു 10 രൂപ റേഞ്ചിലാണ് ഈ ഒരു എംബ്രോയ്ഡറി ത്രെഡിന് വരുന്നത്. പഠിക്കാനൊക്കെ വേണമെങ്കിൽ നമുക്ക് ഡോളീൻ്റെതാണ് ഈ ഒരു ത്രെഡ് ഉണ്ട്. ഡോളി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡ് ഡോളി. ഈ ഒരു ത്രെഡ് യൂസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് പഠിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. ഇത് നമുക്ക് ഈ ആങ്കർ ത്രെഡ് പോലെ ഇത്ര ഒരു തിളക്കൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ രണ്ടും ഒരേപോലെയുള്ള കളർ ഉണ്ടോയെന്ന് നോക്കട്ടെ. അതേ മെറ്റീരിയൽ ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇത് ആങ്കറിൻ്റെ ത്രെഡും ഇത് ഡോളിയുടെ ത്രെഡുമാണ്. ഏകദേശം സെയിം കളറാണ്. പക്ഷേ കണ്ടില്ലേ, രണ്ടിൻ്റെ ഒരു വ്യത്യാസം, ഈ ഒരു ഡിഫറൻ്റാണ് നമുക്ക് ഈ ഒരു ബ്രാൻഡ് മാറുന്നതുകൊണ്ട് ഉണ്ടാവുന്നത്. ഈ ഒരു ആങ്കർ ത്രെഡ് ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി നല്ലൊരു തിളക്കുണ്ടാവും. അപ്പോൾ നമ്മളൊരു ഫ്ലവറൊക്കെ ഈ ഒരു ത്രെഡ് വെച്ച് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഭംഗിയാണ് കാണാൻ. അതേസമയം ഈ ഒരു ത്രെഡ് വരുമ്പോൾ നമുക്കൊരു നോർമൽ സെയിം കളറാണ്, ഓൾമോസ്റ്റ് ഒരേപോലത്തെ കളറാണ് വരുന്നത്. പക്ഷേ കുറച്ചും കൂടി ഒരു ഗ്ലേസിംഗ് ഒക്കെ വരുന്നത് നമുക്ക് ഈ ആങ്കറിൻ്റെ ത്രെഡിനാണ്. അപ്പോൾ നമ്മൾ കുറച്ച് നല്ല ഡ്രസ്സിനൊക്കെയാണ് ഈ ഒരു ആങ്കർ ത്രെഡ് വെച്ചിട്ട് എംബ്രോയ്ഡറി വർക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല ഡ്രസ്സ് ഉണ്ടാവും കാണാൻ. അപ്പോൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് പഠിക്കുന്നവർക്കൊക്കെ നമുക്ക് ഈ ഒരു നോർമൽ ത്രെഡ് മതി. ഇത് ഏകദേശം ഒരു 3 രൂപ 4 രൂപ ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. അപ്പം എംബ്രോയ്ഡറി ത്രെഡ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് സൂചി സാധാ സൂചിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കണ്ടില്ലേ, നോർമൽ ഒരു വരുന്ന കാണുന്നുണ്ടോയെന്ന് അറിയില്ല. നോർമൽ സൂചിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ഒരു ത്രെഡ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം തിക്കായിട്ടുള്ള ത്രെഡാണ്. പക്ഷേ ഈ ഒരു ത്രെഡ് ഇത്രയും ലെയർ, അതായത് 6 ലെയറാണ് നമുക്ക് ഈ ഒരൊറ്റ ത്രെഡിലുണ്ടാവുക. പക്ഷേ ഈ 6 ലെയർ എടുത്തിട്ട് യൂസ് ചെയ്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പഠിക്കണമെന്നില്ല. ഇതിൽ നമുക്ക് ഒരു 3 ലെയറൊക്കെ എടുത്തിട്ട് കാണിച്ചുതരാം. ഇത് 6 എണ്ണം ഉണ്ടാവും. ഇങ്ങനെ 6 സിംഗിൾ ത്രെഡാണ് നമുക്ക് വരുന്നത്. 6 സിംഗിൾ ത്രെഡായിട്ടാണ് വരിക. നമുക്കൊരു 3 എണ്ണമൊക്കെ എടുത്തിട്ട് സൂചിയിൽ കോർത്തിട്ട് എംബ്രോയ്ഡറി വർക്ക് ചെയ്ത് പഠിക്കുന്നതാണ് നല്ലത്. അത്രയും കട്ടിയിലുള്ള എംബ്രോയ്ഡറി അല്ല, കട്ടിയിലെടുക്കുന്ന സമയത്ത് എംബ്രോയ്ഡറി ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു 6 നൂലും എടുത്തിട്ട് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഈ 3 നൂലെടുത്തിട്ട് എംബ്രോയ്ഡറി ചെയ്ത് പഠിച്ചാൽ മതി. അപ്പോൾ ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ചസ് എങ്ങനെയാണെന്നുള്ളത്, നോർമൽ സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആദ്യം എങ്ങനെയാണ് ക്ലോത്ത് സെറ്റ് ചെയ്യുന്നത് കാണാം. ഈ ചെറിയ റിങ് ക്ലോത്തിൻ്റെ താഴെ ഭാഗത്ത് വെച്ചിട്ട് നമുക്ക് ഏത് ഭാഗത്താണോ സ്റ്റിച്ച് ചെയ്യേണ്ടത്, അതായത് നല്ല വശം ആ റിങ്ങിൻ്റെ മുകളിലേക്ക് വെക്കാം. എന്നിട്ട് സ്ക്രൂ ഒന്ന് ഞാൻ ലൂസാക്കി കൊടുത്തിട്ടുണ്ട്. ആ മുകളിലുള്ള ഫ്രെയിം മുകളിൽ വെച്ചിട്ട് ടൈറ്റ് ചെയ്യാനിടുക. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ക്ലോത്ത് ടൈറ്റ് അല്ല, നമ്മളിങ്ങനെ ക്ലോത്തിൽ തൊടുന്ന സമയത്ത് ഇങ്ങനെ ക്ലോത്ത് താഴ്ന്നു പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ടൈറ്റ് ആയിട്ടാണ് നമുക്ക് ഈ ക്ലോത്ത് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ടൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ സ്ക്രൂ വെച്ചിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ടൈറ്റ് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഫ്രെയിം കുറച്ച് ടൈറ്റ് ആയിട്ടുണ്ട്, പക്ഷേ ക്ലോത്ത് ഇപ്പോഴും ലൂസാണ് ഇരിക്കുന്നത്, കണ്ടില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ ഒരു ഭാഗമല്ലേ, ഈ ഒരു ഭാഗത്ത് പിടിച്ചിട്ട് മെല്ലെ നമ്മളൊന്നിങ്ങനെ ക്ലോത്ത് വലിച്ചു കൊടുക്കണം. അധികം പ്രഷർ ചെയ്ത് വലിക്കരുത്. ഇപ്പോൾ കോട്ടൻ്റെ മെറ്റീരിയൽ ആകുമ്പോൾ നമുക്ക് വലിയ കുഴപ്പമില്ല, അങ്ങനെ കീറി പോകുന്നില്ല. പക്ഷേ ഈ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ജോർജറ്റ് മെറ്റീരിയൽ അതുപോലെയുള്ള തിന്നായിട്ടുള്ള മെറ്റീരിയലൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ അധികം പ്രഷർ ചെയ്ത് വലിച്ചിട്ടുണ്ടെങ്കിൽ ക്ലോത്ത് പിന്നിപ്പോവും. അപ്പം മെല്ലെ അങ്ങനെ ജസ്റ്റ് ഒന്ന് എല്ലാ സൈഡിലും വലിച്ചിട്ടൊന്ന്
ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റും, ഓരോ സൈഡിലും ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിങ്ങനെ കാണാം. പിന്നെ നമ്മൾ പുഷ് ചെയ്യുന്ന സമയത്ത്, തട്ടുന്ന സമയത്തൊന്നും അങ്ങനെ ക്ലോത്തിൻ്റെ ഉള്ളിലേക്ക് ലൂസായിട്ട് നിൽക്കുന്ന ആ ഒരു ഫീൽ ഇല്ലാതെ, കാരണം സ്റ്റിച്ചസൊക്കെ നല്ല നീറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ടൈറ്റ് ആക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റായിട്ട് നമുക്ക് ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ച് വരുന്നത് റണ്ണിങ് സ്റ്റിച്ചാണ്. ഒരു ഇതെല്ലാവർക്കും അറിയാവുന്ന സ്റ്റിച്ചാണ്. ഇപ്പോൾ അറിയാത്തവർക്ക് കൂടി വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. റണ്ണിങ് സ്റ്റിച്ചാട്ടോ വരുന്നത്. എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഞാൻ പറഞ്ഞു തരുന്നത്. എല്ലാവർക്കും മനസ്സിലായിട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ചെറിയൊരു ലൈൻ ഇവിടെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് കാണുന്നുണ്ടല്ലോ അല്ലേ? പിന്നെ നമുക്ക് ഇതിൽ ഈ ഒരു ലൈനിലാണ് നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ ഞാൻ റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുന്നത് കാണിച്ചു തരാം കേട്ടോ. സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നൂലും സൂചിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഡാർക്ക് കളർ നൂലാണ് ഞാനതിൽ കോർത്തിട്ടുള്ളത്. ക്ലോത്തിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ 3 ലെയർ എടുത്തിട്ടാട്ടോ ഞാൻ ചെയ്തിട്ടുള്ളത്. 3 ലെയറാണ്. 3 ലെയർ എടുത്തിട്ടുണ്ട്. നൂലിൻ്റെ അടിഭാഗം നന്നായിട്ടൊന്ന് കെട്ടിട്ട് സെക്യൂർ ചെയ്യാം. സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് ഈ താഴെ ഭാഗത്തു നിന്ന് ഈ ഒരു സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്ന് കെട്ട് ഇങ്ങനെ വരുന്ന രീതിയിൽ കേട്ടോ. കാണുന്നുണ്ടല്ലോ അല്ലേ? ആ ഫ്രെയിമിൻ്റെ അരികിലേക്കാണ് വന്നിട്ടുള്ളത്. ആ കെട്ടോടെ വരുന്ന രീതിയിൽ എന്നിട്ട് ഒരുപാട് ലെങ്ത്തിലല്ലാതെ തന്നെ ചെറിയ ഷോർട്ട് റണ്ണിങ് പോലെ ഒരു ചെറിയ സ്റ്റിച്ച് കൊടുക്കും. എന്നിട്ട് ഈ ഒരു ചെറിയൊരു ഗ്യാപ്പ് നമ്മൾ സ്റ്റിച്ചിൻ്റെ ഒരു സെയിം ഒരു ലെങ്ത്തിൽ തന്നെ ഒരു ഗ്യാപ്പ് കൊടുത്തിട്ട് പിന്നെയും ഉള്ളിൽ നിന്ന് പുറത്തേക്ക് നീഡിൽ എടുക്കണം. എന്നിട്ട് അതുപോലെ തന്നെ ഒരു ചെറിയ സ്റ്റിച്ച് കൊടുക്കാം. എല്ലാവരും ചെയ്ത് നോക്കണം, ട്രൈ ചെയ്ത് നോക്കണം. ഏകദേശം ഒരേ ഒരു ലെങ്ത്തിൽ, ഒരേപോലുള്ള ലെങ്ത്തിലാണ് സ്റ്റിച്ച് കൊടുക്കുന്നത്. അങ്ങനെ ഒരേ ലെങ്ത്ത് പോലെ 2-3 സ്റ്റിച്ചൊക്കെ ഒരുമിച്ചിട്ട് നമുക്കിതുപോലെ ചെയ്യാം. ഏകദേശം ഒരേ ലെങ്ത്തിലാണ് നമ്മുടെ സ്റ്റിച്ചസ് വന്നിട്ടുള്ളത്. വീണ്ടും ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള എംബ്രോയ്ഡറി സ്റ്റിച്ചിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ച് ഇതാണ്. ഈ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് നമുക്ക് ഡിസൈൻസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു ഡിസൈനാണ് ഈ ഒരു റണ്ണിങ് സ്റ്റിച്ച്. ലാസ്റ്റത്തെ സ്റ്റിച്ച് കൂടി കഴിഞ്ഞിട്ട് കെട്ടിട്ട് കൊടുക്കും. അടുത്തുള്ള സ്റ്റിച്ചിലും കൂടി ചേർത്തിട്ട് സ്റ്റിച്ചിനുള്ളവരോട് സൂചി കയറ്റി എടുത്തിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടിട്ട് കൊടുക്കാം കേട്ടോ. ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിങ് വരുന്ന സ്റ്റിച്ച് വരുന്നത്. അങ്ങനെ നീറ്റായിട്ട് ഫസ്റ്റ് റണ്ണിങ് സ്റ്റിച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട്. അടുത്ത സ്റ്റിച്ച് വരുന്നത് ബാക്ക് സ്റ്റിച്ചാണ്. ബാക്ക് സ്റ്റിച്ച് എങ്ങനെ ചെയ്യുന്നത് കൂടി ഞാൻ കാണിച്ചു തരാം. നേരത്തെ ചെയ്ത പോലെ ഒരു ലൈന്, ജസ്റ്റ് ഒരു ലൈന്, ഒരു ഫ്രീ ഹാൻഡായിട്ട് ഒരു ലൈൻ വരയ്ക്കുന്നുണ്ട്. ബാക്ക് സ്റ്റിച്ച് നമ്മൾ ഈ ലൈനിൻ്റെ കുറച്ച് മുന്നോട്ട് ഞാനൊന്ന് നീഡിൽ കയറ്റി എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്നിട്ട്
ഈ ലൈനിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റിലാണ് പിന്നെ ഞാൻ ഇതിൽ കുത്തി ഇറക്കുന്നത്. കുറച്ച് മുന്നോട്ട് അങ്ങനെയാണ്. അപ്പോൾ നമുക്കൊരു സ്റ്റിച്ചായി. വീണ്ടും നമ്മുടെ ഈ സ്റ്റിച്ച് എവിടെയാണോ സ്റ്റാർട്ട് ചെയ്തത് അവിടെ നമ്മൾ നീട്ടിൽ കുത്തി ഇറക്കുക. അടുത്ത സ്റ്റിച്ചിന് വേണ്ടിയിട്ട് കുത്തി ഇറക്കുക. ജസ്റ്റ് നീട്ടിലൊന്ന് കുത്തി എടുക്കുക. ഇങ്ങനെയാണ് ബാക്ക് സ്റ്റിച്ച് വരുന്നത്. സ്റ്റിച്ച് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. ബാക്ക് സ്റ്റിച്ച് നമ്മൾ നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ബാക്കി സ്റ്റിച്ചസും കൂടി നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. എല്ലാവരും സ്റ്റിച്ച് ചെയ്ത് നോക്കുക. എംബ്രോയ്ഡറി ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഫീഡ്ബാക്ക്സ് ഉണ്ടെങ്കിൽ കമൻസിൽ അറിയിക്കാം കേട്ടോ. താങ്ക് യു.